വന്യമൃഗങ്ങളെ തുരത്തുന്നതിനായി ജീവൻ പണയം വെച്ചാണ് വനംവകുപ്പ് വാച്ചർമാർ പലപ്പോഴും ദൗത്യത്തിനിറങ്ങുന്നത്. ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പാലക്കാട് സ്വദേശി ശശിക്ക് അപകടം പറ്റി കൈവിരലുകൾ നഷ്ടമാകുന്നത്. ഇതര സംസ്ഥാനങ്ങളിലുള്ളവർക്ക് മികച്ച സൗകര്യങ്ങൾ ലഭിക്കുമ്പോഴും കേരളത്തിലെ വനപാലകർ പരിമിതികൾക്ക് നടുവിലാണെന്നാണ് ശശി പറയുന്നത്. ഒരു റിപ്പോർട്ട് കണ്ടുവരാം. ഓഗസ്റ്റ് 21 വനംവകുപ്പിന്റെ പാലക്കാട് കൊട്ടേക്കാട് സെക്ഷനിലെ താത്കാലിക വാച്ചർ ശശി തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിനം. ആന പടക്കം പൊട്ടിച്ച് 3 ആനയില്ലായിരുന്നു. പടക്കം പൊട്ടിച്ച് കുറച്ച് ദൂരമായിരുന്നു ആന ഉള്ളത്. അപ്പം അതിനെ പൊട്ടിച്ച് ട്രെയിൻ പാതി കെട്ടുന്ന ആ ഇടയിലാണ് പടക്കം കയ്യിൽ പൊട്ടിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആനയെ തുരത്താൻ പോയ ശശിക്ക് പടക്കം പൊട്ടിത്തെറിച്ച് അന്നു നഷ്ടപ്പെട്ടത് വലതു കൈയിലെ 3 വിരലുകളാണ്. നീണ്ട ചികിത്സയ്ക്ക് ശേഷം ശശി വീണ്ടും വാച്ചർ ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ അന്ന് ആ അപകടമുണ്ടാക്കിയ ഭയം ഇന്നും ശശിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. കാരണം കാടിറങ്ങി വരുന്ന കൊമ്പനെ ഓടിക്കാൻ ഇന്നും വനവകുപ്പിന്റെ കയ്യിലുള്ളത് പടക്കങ്ങൾ മാത്രം. ഈ ആനയ്ക്ക് പടക്കമാണ് നമ്മൾ മെയിൻ പൊട്ടിക്കുന്നത്. വേറെ ഒന്നും തരാനില്ല. ഈ പടക്കവും നമ്മൾ ലോഞ്ചർ നമ്മൾ പോകുമ്പോൾ തന്നെ പടക്കവും ലോഞ്ചറൊക്കെ എടുത്തിട്ടാണ് ആന കൊടുക്കാൻ പോകുന്നത്. വേറെ ഒരു ആയുധങ്ങൾ പറയാനൊന്നുമില്ല. അത്യാധുനിക ലോഞ്ചർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും വന്യജീവികളെ നാട്ടിലിറങ്ങാതെ തടുക്കുമ്പോൾ കേരളത്തിലെ RRT ജീവനക്കാർ ജീവൻ കയ്യിൽ പിടിച്ചാണ് ദൗത്യത്തിനിറങ്ങുന്നത്. വന്യജീവി ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുത്തൻ സംവിധാനങ്ങളും മികച്ച പരിശീലനവും ഒരുക്കി RRTയെ വിപുലപ്പെടുത്തലല്ലാതെ മറ്റൊന്നും നാടും കാടും കാക്കാൻ ഇറങ്ങുന്ന ശശിയെ പോലുള്ളവർ ചിന്തിക്കുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.